നീർക്കോലി ആരാടാ മല്ലൻ നാരായണനെ നീർക്കോലി എന്ന് വിളിച്ചത്? അത് ശരി. അപ്പൊ മീശ വെച്ചപ്പോ നീർക്കോലി നാരായണൻ പേര് പരിഷ്കരിച്ചല്ലേ? കൂടെ പഠിച്ചിരുന്ന കാലത്ത് വിളിച്ചു കൊതി തീരാഞ്ഞിട്ടാണോടാ ഇപ്പോഴും എന്നെ നീർക്കോലിയാക്കുന്നത്? നീ എന്താ വിളിച്ചത്? IPS കാരനെ എടാന്നോ? ഇപ്പൊ വിളിച്ചു. മേലാൽ സോറി സർ. ഓക്കെ. നിന്റെ പൊടി പോലും കാണാൻ കിട്ടുന്നില്ല ആരാണ് നീ പേരിലോർത്താടാ? നേരം കിട്ടണ്ടേടാ. ഓ സോറി സർ. അയ്യോ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. സ്പീഡ് പ്രോഗ്രാം മുടങ്ങണ്ട. ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ ആദ്യത്തെ സല്യൂട്ട് ഈ നീർക്കോലി വക കുറിച്ചിട്ടോ സാറേ. എന്താ വിളിച്ചത്? സാറെന്നോ? എടാ പോടാ. സോണിയ കാരണം അതും തൊലച്ചു. മാറ്റിന് പോയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് പോകാന്ന് നീ ഇനി വിചാരിക്കണ്ട. അവള് കാല് വാരിയ തന്നെ. ഏത് സോണിയ മഹാറാണി വന്നില്ലേലും ഞാൻ ഇന്ന് സിനിമയ്ക്ക് പോയിരിക്കും. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ ആഴ്ച 2 ഇവക്ക് വേണ്ടി കാത്തിരിക്കാൻ ഇനി ഞാനില്ല. കർത്താവേ, ഒരു വീട്ടിൽ മൊത്തം പെണ്ണുങ്ങള് കെട്ടിച്ചു കൊടുന്ന എന്തോരം കാശ് വേണം. പെമ്പിള്ളേര് പെരനിറങ്ങി നിൽക്കാന്ന് പറയാറില്ലടാ, അത് ഇതാണ്. കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞടാ. കണ്ടില്ലേ ഏതെല്ലാം ഇനങ്ങൾ. പട്ടാ പകല് ഹോസ്റ്റലിന്റെ മുന്നിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്നോടാ. ഞങ്ങൾ ഒളിഞ്ഞു നോക്കുമല്ലായിരുന്നേ. പിന്നെ പെണ്ണുങ്ങളെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു. ഓഹോ അത് ശരി. ഇവിടെ പെണ്ണുങ്ങളെ നോക്കിയ ആളൊന്നക്ക് 10 രൂപയാ ഫീസ്, അറിയാവോ? താൻ ഇതുവരെ എത്ര വരെ നോക്കി? ഞാൻ 2 പേരെ നോക്കി. ഇയാളോ? ഞാൻ സത്യമായിട്ട് 3 പെണ്ണുങ്ങളെ നോക്കിയുള്ളൂ. ഇവനോ? അയ്യോ ഒരു ദൂരെ കഴിച്ചില്ല. അപ്പോ 3 2 5 50 രൂപ എടുക്ക. പിന്നെ മേലാൽ ഈ പ്രദേശത്തെങ്ങാനും ഒറ്റ പെമ്പിളാരെ നോക്കിയെന്നറിഞ്ഞാൽ പിന്നെ റേറ്റ് കൂടും. 100 രൂപയായിരിക്കും. പോടാ. എന്തിനാണ് വെറുതെ ആ പാവങ്ങളെ പറ്റിച്ചത്? നീ ആ പൈസ തിരിച്ചോടും. കയ്യിലെ കാശ് പോയിട്ട് ചിരിക്കണം. എവിടെ പോയെന്ന് 2 പേരെ നോക്കുള്ളത് ഞാൻ കള്ളം പറഞ്ഞതാ. ഒറ്റയടിച്ച് കണ്ണുകൊണ്ട് ഞാൻ 12 പേരെ നോക്കി. ഞാനും നോക്കിയടാ 10 20 പേരെയോ. ദേവണ്ണണ്ടടാ, ലാഭം പോയി, ബാക്കി മേടിക്കാൻ വന്നിട്ട്. ഇനി കാശ് തരാൻ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ എന്തായാലും ജോലി ചെയ്ത് തീർത്തോളാം. ഉറപ്പാണല്ലോ. പക്ഷെ ഫീസിന്റെ കാര്യം ഓർക്കുമ്പോഴാ. ജോലിക്കുള്ള ഫീസ് ഞങ്ങൾ അങ്ങോട്ട് തന്നോളാം. നിങ്ങളുടെ 50 രൂപ കടക്ക്. മര്യാദക്ക് ജോലി ചെയ്തോണം. ആ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് അളവ് ബ്ലൗസും തുണിയാ. കൃത്യ 1 മണിക്കൂറിനുള്ളിൽ തയ്ച്ചു തരണം. ചായ കുടിച്ചിട്ട് വരാം. ഞങ്ങൾ ചായ കുടിച്ചു. നേരം വെളുത്തിട്ട് ഞാനൊരു കാലി ചായ പോലും കുടിച്ചില്ല. നിങ്ങൾ വിടിരി, ഞാൻ പോയി കുടിച്ചിട്ട് വരാം. അതെന്ത് പണിയാണ് ആശാനെ? എന്നാ ഒരു കാര്യം ചെയ്യും, ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ വിടിരി. അതാ അതിന്റെ ശരി. ആരാടോ തയ്ക്കുന്നേ? നാളത്തെ പരേഡിനുള്ള യൂണിഫോമാ. ടപേന്ന് തച്ചിട്ടണം. എന്താണോ വായും പൊളിച്ചു നിൽക്കുന്നത്? അളവെടുക്കണോ? തൊപ്പിക്കാനോട് അളവെടുക്കണേ? താഴേക്ക് എടുക്കണോ? കട്ട് ചെയ്യാൻ എന്ത് സമയം എടുക്കൂടോ? 4 മിനിറ്റോ? തയ്ക്കാനോ? 6 മിനിറ്റ്. 6 മിനിറ്റ്. 6 4 15. 10 മിനിറ്റിനകം ഞാൻ വരും. ടപേന്ന് തയ്ച്ചു വെക്കണം.
ഗുഡ് വെരി ഗുഡ്. ഇതത്ര നിസ്സാരമായി വിടാവുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് വെറും പാവങ്ങളാണ് സർ. എന്ന് വെച്ച് എന്റെ യൂണിഫോം ആണോ യുവമാർക്ക് തച്ചു പഠിക്കേണ്ടത്? ഇത് ഇട്ടുകൊണ്ട് ഞാൻ പരേഡിന് പോയാൽ IG എന്തു പറയും? പോട്ടെ, അറ്റ്ലീസ്റ്റ് SP എന്തു പറയും? എല്ലാം പോട്ടെ, എന്റെ അളവെടുത്തിട്ട് എന്റെ യൂണിഫോം ആനയ്ക്ക് അണ്ടർവെയർ തയ്ക്കുന്ന പോയല്ലേ യുവമാർ തച്ചു വെച്ചിരിക്കുന്നത്. സർ, ഇത്തവണത്തേക്ക് മാപ്പാക്കണം. ഇനി അവർ തുറന്നു വിടില്ല സർ, പ്ലീസ് സർ. അതെ അതെ, ഒരു കൂട്ടിനുള്ളിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാ. മാത്രം മേലാൽ വല്ല തയ്യൽക്കടയിലോ ബാറിലോ ബാർബർ ഷാപ്പിലോ കയറി കത്തിയോ കത്രിയോ എടുത്തെന്ന് ഞാനെങ്ങാനും അറിഞ്ഞാൽ, മല്ലൻ നാരായണന്റെ സ്വഭാവം നിനക്കൊക്കെ അറിയാമല്ലോ. അറിയാം. ആ, തല്ലുമെന്ന് പറയും, പക്ഷെ തല്ലത്തില്ല. കൊല്ലുമെന്ന് പറയും, കൊല്ലത്തില്ല. ഇടിക്കുമെന്ന് പറയും, ഇടിക്കത്തില്ല. വിളിച്ചിട്ട് പോകുന്നുണ്ടോ ഇവന്മാരെ? നടക്ക്. ഇവൻ ആർക്ക് കാഴ്ചയാണോ വെച്ചേക്കുവാ? എടുത്തോണ്ട് പോടാ. പോക്കടാ. ഇങ്ങാട് വാടാ പടേ ചാകാൻ. ഹലോ, എല്ലാ സാധനവും ഉണ്ട്. എവിടെ ഹീറോ ജെയിംസ് ബോണ്ട്? എന്തോ എന്തോ. അപ്പോൾ പെൺകേടികളും ഹീറോയെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാം. ദേ ചെറുക്ക, ലോഹ്യം ചോദിക്കുന്നതിനൊക്കെ വേറെ നിറം കൊടുക്കരുതേ. കയ്യിലിരിക്കുന്നത് കണ്ടല്ലോ. അയ്യോ, സോണി കൊച്ചു ലോഹ്യം ചോദിച്ചായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു ഈ പ്രേമം കൊണ്ട് അന്വേഷിച്ചതാണെന്ന്. ദേ, അയ്യോ, സംഭവം ഞാൻ എത്തേണ്ട ചെവിയിൽ എത്തിച്ചോളാം. എന്തോന്ന്? ഈ പ്രേമമേ വാടാ. ആ, സോനിയ, ബൈ ബൈ. ഒരു കാപ്പി. കാപ്പി കൈപ്പുണ്യമുള്ള കാപ്പി വേണോ കയ്പുള്ള കാപ്പി വേണോ? അല്ല, വെറുതെ രൂപ 2 കളയണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാണേ. ആക്ഷൻ ഹീറോ കാപ്പി ഒന്നേ. കൈപ്പുണ്യമുള്ള കാപ്പിയാണല്ലോ. എടീ, ആദ്യത്തെ വരവിന് തന്നെ വില്ലനെ അടിച്ചൊതുക്കി കരുത്ത് തെളിയിക്കുന്ന ഹീറോ. പിന്നെ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളുള്ള കാപ്പിക്കട തേടിപ്പിടിച്ച് കൂട്ടുകാരുമായി എത്തുന്ന ഹീറോ. അവിടെ വെച്ച് കാപ്പിക്ക് കുറ്റവും പറഞ്ഞ് ഷൈൻ ചെയ്ത് ഇറങ്ങിപ്പോകുന്ന ഹീറോ. ഇപ്പൊ തന്നെ രംഗം 3ആയി. അടുത്ത നായികയുടെ സിമ്പതി പിടിച്ചു പറ്റില്ല. അതിന്റെ ലക്ഷണമൊക്കെ മണക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതൊക്കെ ഏതാണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോടി. പടത്തിന്റെ പേര് നീ ഓർക്കുന്നുണ്ടോ? ഉണ്ടോടി? കുറച്ചു നേരമായാലോടി നീ ഒന്ന് ചെലക്കാൻ തുടങ്ങിയിട്ട്. നിന്റെ സിനിമാ കഥയില് ഇത് കൂടെ അങ്ങ് ചേർത്തേക്ക്.